ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലെ 14ാമത്തെ ദിവസമാണ്. 2 ആഴ്ച പോയത് അറിഞ്ഞതേയില്ല. നോക്കി നിൽക്കി തന്നെ പോയ പോലെ കാണാൻ എനിക്കൊരു ഫീൽ വന്നത്. പിന്നെ രാവിലെ ഒരു 9:30 കണ്ടായിരുന്നു എണ്ണീറ്റപ്പം. പോയി പല്ലൊക്കെ തേച്ച് കുളിച്ചിട്ട് വന്നിട്ടുള്ള പ്രഹസനങ്ങളാണ് നിങ്ങളീ കാണുന്നത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ രാവിലത്തെ ഫുഡ് കഴിച്ചു. രാവിലെ അന്ന് ഉപ്പുമാവായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞാൻ കഴിച്ച് പിന്നെ മെഡിസിൻസൊക്കെ കഴിച്ചിട്ട് രാവിലെ കരിക്ക് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിച്ചു. അപ്പോഴത്തേക്കിനും അപ്പുറത്തെ അമ്മയാണ് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ പാൽപ്പായസം കൊണ്ടുവന്ന് അതും ഞാൻ അകത്താക്കി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ മുറി ഫുള്ള് വൃത്തികേടായി കിടക്കുന്നത്. അപ്പോൾ പിന്നെ അതങ്ങ് വൃത്തിയാക്കുക എന്ന് വിചാരിച്ചു. അങ്ങനെ ആ പണിയിൽ ഞാൻ തുടങ്ങി. അങ്ങനെ ഫുള്ള് തൂപ്പും തുടപ്പും ഒക്കെ ആയിട്ട് കുറച്ച് ഏറെ സമയം എടുത്തു. പെട്ടെന്ന് കാണുന്ന പോലെ കൊന്നുവരാൻ നല്ല രീതി വൃത്തിയാക്കാനുണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ ഗൈസ്, ഞാൻ വേറൊരു വീഡിയോ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് ഇടാം, എൻ്റെ എക്സ്പീരിയൻസും ഇടാം. കാരണം 2 ആഴ്ച കൊണ്ട് തന്നെ എൻ്റെ മൈഗ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറി. അതുപോലെ തന്നെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഒരു 3/4 ഭാഗത്തോളം എനിക്ക് മാറി. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വേറൊരു വീഡിയോ ഇടാമെന്ന്. മൈഗ്രെയിനൊക്കെ കാരണം എനിക്കാണെങ്കിൽ എന്നും തലവേദനയ്ക്കായിരുന്നു. ലാസ്റ്റൊക്കെയാണ് എനിക്ക് ക്ലാസ്സിലൊന്നും പോകാനേ പറ്റിയില്ല. അമ്മാതിരി തലവേദനയും ഒക്കെ ആയിരുന്നു. കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ അത് മാറി. ഞാൻ എൻ്റെ ഒരു ലോങ് വീഡിയോ പിന്നീടിടാം. പിന്നെ ഞാൻ ഫുള്ള് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പൊടിയെല്ലാം കൊണ്ടുവന്ന് ഡസ്റ്റ്ബിന്നിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സമാധാനം. റൂമും കണ്ടപ്പോഴത്തേക്കിന് അതിലേറെ സമാധാനം. അപ്പോഴത്തേക്കിന് അമ്മ ഉച്ചക്കത്തെ ഫുഡും കൊണ്ട് വന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ട്രീറ്റ്മെൻറ്റിന് പോയി. അപ്പോഴത്തേക്കിന് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഒരു 9:30 ആയപ്പോഴത്തേക്കിന് ഉപ്പുമാവ് തന്നെ അതും കഴിച്ച് ഓമയ്ക്ക് ഞാൻ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.